എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ജൂൺ 21, 11ാമത് അന്താരാഷ്ട്ര യോഗാ ദിനം. നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി 2014 സെപ്റ്റംബർ 27 ഐക്യരാഷ്ട്രസഭയുടെ പൊതുസമ്മേളനത്തിൽ നൽകിയ ആഹ്വാനത്തെ തുടർന്ന് 2015 മുതൽ ജൂൺ 21 എല്ലാ വർഷവും ലോകത്തിലെ മിക്ക രാജ്യങ്ങളിലും വൈവിധ്യമാർന്ന പരിപാടികളോടെ അന്താരാഷ്ട്ര യോഗാ ദിനമായി ആഘോഷിച്ചു വരുന്നു. യോഗ ഫോർ വൺ എർത്ത് വൺ ഹെൽത്ത്, അഥവാ ഒരേ ഭൂമിക്ക് വേണ്ടി ഒരേ ആരോഗ്യത്തിന് വേണ്ടി യോഗ എന്നതാണ് ഈ വർഷത്തെ യോഗാചരണത്തിൻ്റെ തീം. യോഗയെക്കുറിച്ച് ആധികാരികമായി പറയാൻ ഞാനൊരു യോഗാ വിദഗ്ധനല്ലെങ്കിലും കഴിഞ്ഞ വർഷത്തിലധികമായി ആഴ്ചയിൽ 5 ദിവസം കഴിയുന്നതും മുടങ്ങാതെ ഞങ്ങൾ ഒരുമിച്ച് യോഗ പരിശീലിക്കുന്നത് കൊണ്ട് ശരീരത്തിനും മനസ്സിനും ലഭിക്കുന്ന ഊർജവും ഉന്മേഷവും ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ഓരോരുത്തർക്കും പ്രചോദനമാകട്ടെ എന്ന ചിന്തയോടെയാണ് ഞങ്ങൾ ഈ വീഡിയോ ചെയ്യുന്നത്. പ്രാചീന ഭാരതത്തിലെ ആരോഗ്യ പരിപാലന സമ്പ്രദായത്തിൽ പ്രധാനപ്പെട്ട ഒന്നായി നമ്മുടെ രാജ്യം ലോകത്തിന് നൽകിയ സംഭാവനയാണ് യോഗ. മനുഷ്യനെ ശാരീരികവും മാനസികവും ആത്മീയവുമായ ഉന്നതിയിലേക്ക് നയിക്കുക എന്ന ലക്ഷ്യത്തോടെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പതഞ്ജലി മഹർഷി യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം, സമാധി എന്നീ അഷ്ടാംഗ യോഗയ്ക്ക് രൂപം കൊടുത്തു. അതിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം നമ്മുടെ പൂർവികരായ ശ്രീവര്യന്മാർ രൂപപ്പെടുത്തിയെടുത്ത യോഗാസന മുറകളും പ്രാണായാമവും ധ്യാനചര്യകളും വാമൊഴികളുടെയും താളിയോല ഗ്രന്ഥങ്ങളുടെയും മറ്റും തലമുറകൾക്ക് പകർന്നു കിട്ടി ഇപ്പോൾ ലോകമെമ്പാടും പ്രചുര പ്രചാരത്തിലായിരിക്കുന്നു. യോഗ ഒരു ജീവിത ശൈലിയാണ്. യോഗയുടെ തത്വങ്ങൾ പൂർണ്ണമായി ജീവിതത്തിൽ പാലിക്കുന്നതിലൂടെ ആരോഗ്യകരവും പ്രശ്നരഹിതവുമായ ജീവിതം നയിക്കാൻ സാധിക്കും. യോഗ ക്രമമായി പരിശീലിക്കുന്നത് നിരവധി രോഗങ്ങളെ തടഞ്ഞു നിർത്താൻ സഹായകമാണ്. യോഗ ഒരു വ്യക്തിയുടെ ശരീര ഏകോപനം വർദ്ധിപ്പിക്കുകയും മികച്ച ശരീരഘടന പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. രക്തചക്രമണ വ്യൂഹം, ദഹനപ്രക്രിയ, നാഡീഞരമ്പുകളുടെ ഉത്തേജനം എന്നിവ ക്രമമായിട്ടുള്ള യോഗാ പരിശീലനം കൊണ്ട് നേടിയെടുക്കുവാൻ സാധിക്കും. ആർക്കും ഏത് പ്രായത്തിലും അഭ്യസിക്കാൻ സാധിക്കും എന്നതാണ് യോഗയുടെ പ്രത്യേകത. ക്രമമായ യോഗാ പരിശീലനത്തിലൂടെ ശാരീരിക ക്ഷമതയും മേൽവഴക്കവും വർദ്ധിക്കുകയും സമ്മർദ്ദവും ഉത്കണ്ഠയും കുറയുകയും ചെയ്യുന്നു. മാനസിക വ്യക്തത കൈവരിക്കാനും ഓർമ്മശക്തി, ഉറക്കം എന്നിവയെ മെച്ചപ്പെടുത്താനും യോഗാ പരിശീലനം സഹായകരമാണ്. യോഗ പേശികളുടെ ബലം, വഴക്കം, സന്തുലിതാവസ്ഥ എന്നിവയെ ഉത്തേജിപ്പിക്കുന്നു. ഹൃദയമിടിപ്പ്, രക്തസമ്മർദ്ദം, പ്രമേഹം എന്നിവയെ നിയന്ത്രിച്ചു നിർത്താൻ യോഗാ പരിശീലനം വളരെ സഹായകരമാണ്. അതുപോലെ വിട്ടുമാറാത്ത പലവിധ വേദനകൾ, സന്ധിവാതം തുടങ്ങിയവയുടെ ലക്ഷണങ്ങൾ കുറയ്ക്കാനും യോഗ വളരെ പ്രചോദനപ്രദമാണ്. ചുരുക്കി പറഞ്ഞാൽ നിരന്തര യോഗാ പരിശീലനവും പ്രാണായാമവും ശരീരത്തെയും മനസ്സിനെയും കുറിച്ച് കൂടുതൽ അവബോധം സൃഷ്ടിക്കാനും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുവാനും വലിയ ആരോഗ്യ പ്രശ്നങ്ങളില്ലാതെ ജീവിതത്തെ മുൻപോട്ട് കൊണ്ടുപോകുവാനും ഒരു ഉത്തേജകമാണ്, പ്രത്യേകിച്ച് ജീവിത സായാഹ്നത്തിൽ. യുദ്ധവും യുദ്ധഭീഷണിയും പരിസ്ഥിതി പ്രശ്നങ്ങളും വർദ്ധിച്ചു വരുന്ന അക്രമവാസനയുമൊക്കെയായി പ്രശ്നസങ്കീർണമായ ഇന്നത്തെ ലോകക്രമത്തിൽ കോവിഡ് അടക്കമുള്ള പകർച്ചവ്യാധികളും ജീവിതശൈലീ രോഗങ്ങളും മാനസിക പിരിമുറുക്കവും വർദ്ധിച്ചു വരുന്നു. ഇതിൻ്റെയൊക്കെയും നടുവിൽ വലിയ ശാരീരിക മാനസിക പ്രശ്നങ്ങളില്ലാതെ ജീവിതം മുൻപോട്ട് കൊണ്ടുപോകാൻ സഹായകരമായ യോഗാസന മുറകളും പ്രാണായാമവും ദിനചര്യയുടെ ഭാഗമാക്കുവാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.